മോർണിംഗ് ഓൾ. സോ നമ്മളിന്ന് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇനീക്വാലിറ്റിയിലെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് മൊഡ്യൂൾ ക്ലാസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. സോ അതിൽ ബേസിക്കായിട്ട് കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഐ ഗെസ് ഞാൻ നിങ്ങൾക്കന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയാം. ക്ലാസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ക്ലാസ്സസ് ആസ് എ സോഷ്യോളജിക്കൽ കാറ്റഗറി, അതായത് ക്ലാസ് എങ്ങനെയാണ് ഒരു സോഷ്യോളജിക്കൽ കാറ്റഗറി ആവുന്നത് അക്കോർഡിംഗ് ടു കാൾ മാർക്സ് ആൻഡ് മാക്സ് വെബർ. കാൾ മാർക്സിൻ്റെയും മാക്സ് വെബറിൻ്റെയും അഭിപ്രായത്തിലുള്ള സോഷ്യോളജിക്കൽ കാറ്റഗറി എന്താണ് ക്ലാസ്സിലുള്ളതെന്ന് നോക്കിക്കാണാം. ദെൻ ഫോംസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, വ്യൂസ് ഓഫ് ബോധ്യു, പിയറെ ബോധ്യു എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ക്യാപിറ്റൽ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലെ പറ്റിയിട്ടുള്ള അവലോകനം എന്താണെന്നുള്ളതാണ് സെക്കൻഡ്. പിന്നത്തത് ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലാസ് ആൻഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ക്ലാസ്സും കാസ്റ്റിനെയും കമ്പാരിസൺ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ. സോ ഫസ്റ്റ് വൺ ക്ലാസ് ആൻഡ് ക്ലാസ് ആസ് എ സോഷ്യൽ കാറ്റഗറി, സോഷ്യോളജിക്കൽ കാറ്റഗറി എന്നുള്ളത് ആസ് പെർ മാക്സിയൻ ആൻഡ് വെബേറിയൻ വ്യൂസിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് സോഷ്യൽ ക്ലാസ് എന്നുള്ളതാണ്. ഈവൻ അതായത് ഇതിന് സോഷ്യോളജിക്കലായിട്ടുള്ള ഡെഫിനിഷനേക്കാൾ കൂടുതൽ നമ്മളുടെ കോമൺ നോളജിൽ വാട്ട് ഈസ് സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കണം. സോ സോഷ്യൽ ക്ലാസ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സിമിലർ ലെവൽസ് ഓഫ് വെൽത്ത്, ഇൻഫ്ലുവൻസ് ആൻഡ് സ്റ്റാറ്റസ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആൾക്കാർ ഹൂ ഷെയർസ്, അതായത് അവർ ഒരേ രീതിയിലുള്ള സമ്പത്തായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ പ്രസ്റ്റീജ് ആയിക്കോട്ടെ സ്റ്റാറ്റസ് ആയിക്കോട്ടെ അവർ ഒരേ രീതിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. സോ സോഷ്യോളജിക്കലി, അതായത് സോഷ്യോളജിക്കൽ അനാലിസിസിൽ മൂന്ന് തരത്തിൽ ഈ സോഷ്യൽ ക്ലാസ്സിനെ കാണാനായിട്ട്, അതായത് മൂന്ന് മെത്തേഡിലൂടെ സോഷ്യൽ ക്ലാസ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് സോഷ്യോളജിക്കലി സോഷ്യൽ തിങ്കേഴ്സ് പറയുന്നത്. ആ മൂന്നെണ്ണം ഒബ്ജക്റ്റീവ് മെത്തേഡ്, സബ്ജക്റ്റീവ് മെത്തേഡ് ആൻഡ് റെപ്യൂട്ടേഷണൽ മെത്തേഡാണ്. ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായിട്ടുള്ള, അതായത് ഒരാളുടെ അടുത്ത് പ്രോപ്പർട്ടി, കാറ്, വീട് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒബ്ജക്റ്റുകളുണ്ടല്ലോ, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പം ഓക്കെ അതാണ് എന്തെന്നറിയാം ഒബ്ജക്റ്റീവ് മെത്തേഡ് വഴി ഒരാൾ സോഷ്യൽ ക്ലാസ്സിൽ പെടുന്നു. പിന്നെന്നുള്ളത് സബ്ജക്റ്റീവ് മെത്തേഡാണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അവലോകനം ചെയ്യുക. ഓക്കെ അതായത് മെറ്റീരിയൽ ബേസിസിലല്ല, നമ്മളുടേതായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അതിനെയാണ് സബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുക. മൂന്നാമത്തേത് റെപ്യൂട്ടേഷണൽ മെത്തേഡാണ്. റെപ്യൂട്ടേഷണൽ മെത്തേഡ് വേറെ കുറേ പേര് നമുക്ക് തരുന്നൊരു സ്റ്റാറ്റസ്, വേറെ ആൾക്കാർ നമ്മൾക്ക് തരുന്ന സ്റ്റാറ്റസിനെയാണ് റെപ്യൂട്ടേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് മൂന്ന് മെത്തേഡിലൂടെയാണ് സോഷ്യോളജിക്കലി സോഷ്യൽ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുന്നത്. പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ഫൗണ്ട് ഇൻ ക്ലാസ് സൊസൈറ്റീസ് ഓൾസോ. അതായത് ഈ പറഞ്ഞ നമ്മൾ കാസ്റ്റിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. സോ ക്ലാസ് സൊസൈറ്റിയിലും ക്ലാസ് വർഗങ്ങളെ പറ്റി പറയുന്ന സമൂഹത്തിലും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹികമായിട്ടുള്ള ഈ എന്താ പറയുക സ്ട്രാറ്റിഫൈ പറഞ്ഞാൽ തരംതിരിക്കുക എന്നുള്ളത് തന്നെയാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ ആ ഒരു സംഭവം ക്ലാസ് സൊസൈറ്റിയിലും ഉണ്ട്. The word class has been used in different ways in sociological theory. സോഷ്യോളജിക്കൽ തിയറിയിൽ തന്നെ ക്ലാസ് എന്നുള്ള ടേമിനെ പലതരത്തിൽ തിങ്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ചിലർ എക്കണോമിക് ആയിട്ടുള്ള ഓപ്പറേഷനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ചിലർ ഇനീക്വാലിറ്റീനെ പറ്റിയിട്ട്, അസമത്വത്തിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ക്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. However, there are differences in the two most significant ways of analysis of the class in the Marxist and Weberian tradition. അത് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യൂസ് എന്ന് പറയുന്നത് മാക്സ് വെബറിൻ്റെയും അതുപോലെ കാൾ മാർക്സിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അവരുടെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിശകലനം സംവാട്ട് ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമായിട്ടുള്ള, അതായത് രണ്ടുപേരുടെയും അനാലിസിസ് ഡിഫറെൻ്റ് ആയിട്ടാണ് സോഷ്യോളജിക്കലിയിൽ വരുന്നത്. The advent of capitalism and industrialism has been marked by the proliferation of division of labor and the complex occupational patterns. അതായത് നമ്മളുടെ
ലോകത്ത് നിലനിന്നിട്ടുള്ള ഈ പറഞ്ഞ ഡിവിഷൻ ഓഫ് ലേബർ, ഓരോരോ തൊഴിലിനെ വിഭജിക്കുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ പാറ്റേൺസ്, തൊഴിലിൻ്റെ ഓരോരോ രീതികൾ, അതൊക്കെ വെച്ചുകൊണ്ടാണ്, അതായത് ഇൻഡസ്ട്രിയലിസത്തിലും വ്യവസായവൽക്കരണത്തിൻ്റെ സമയത്തും മുതലാളിത്ത സമയത്തും ഒക്കെ ഈ ഒരു, അതായത് ഈ ഡിവിഷൻ ഓഫ് ലേബർ, അതുപോലെ ഈ ഒക്യുപ്പേഷണൽ പാറ്റേൺസ്, തൊഴിലിലുള്ള പാറ്റേണിലുള്ള വ്യത്യസ്തത, അതൊക്കെ എന്തിന് കാരണമായിട്ടുണ്ട്? ക്ലാസിൻ്റെ എമർജൻസിന് കാരണമായിട്ടുണ്ട്. ഒക്യുപ്പേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് സോഷ്യൽ ക്ലാസ്സസ്. അതായത് സാമൂഹികമായിട്ടുള്ള വർഗങ്ങളെ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒക്യുപ്പേഷനെ പറ്റിയിട്ട് പറയും. അതായത് തൊഴിൽ, ഇപ്പം കൂലിപ്പണി എടുക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അഗ്രികൾച്ചറൽ ലേബേഴ്സിനെ നമ്മൾ ചിലപ്പം മിഡിൽ ക്ലാസ് എന്ന് പറയും. അതായത് അതങ്ങനെ ഒരു കാറ്റഗറിയിൽ നമ്മൾ പറയും. അതല്ല സിനിമ, ബിസിനസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയുള്ളവരെ നമ്മൾ അപ്പർ ക്ലാസ് എന്ന് പറയും. അതായത് ആ ഒരു ജോലി കൈകാര്യം ചെയ്യുന്നവരുടെ സാലറി ഇത്രയായിരിക്കും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ അവരെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ ഒക്യുപ്പേഷൻ ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് സോഷ്യൽ ക്ലാസ്സസ്. ഒരു സാമൂഹിക വർഗത്തെ തീരുമാനിക്കുന്നതിൽ ഒരു ഘടകം, ഒരു ഇൻഡിക്കേറ്ററാണ് ആയിരുന്നുള്ളത് ഒക്യുപ്പേഷൻ. Due to the fact that similar occupation tend to experience similar degrees of social advantages or disadvantages. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ നമുക്ക് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള, അതായത് നമ്മളെ എല്ലാവരും നല്ല രീതിയിൽ നോക്കി കാണാനും, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി നമ്മളെ ഡീഗ്രേഡ് ചെയ്യാനും, സൊസൈറ്റിയിൽ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ the term class came into existence extensive use in the early 19th century by replacing the terms like rank orders in the descriptions about the major hierarchical groupings of society. അതായത് ക്ലാസ് എന്നുള്ള ടേം വരുന്നതിന് മുന്നേ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ളത് റാങ്ക്, ഓർഡർ എന്നൊക്കെയുള്ള ടേംസ് ആയിരുന്നു ഫോർ ദിസ്. അതായത് ഇങ്ങനെയൊരു തരം തിരിവിന്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് റാങ്കിങ് ആയിരുന്നു. റാങ്ക് അല്ലെങ്കിൽ ഓർഡർ എന്നുള്ള ടേംസ് ആയിരുന്നു അവർ യൂസ് ചെയ്തിട്ടുള്ളത്. The term class has been applied to social groups in a wide range of societies, including ancient city-states, early empires, and caste or feudal societies. അതായത് ക്ലാസ്സിനെ, വർഗം എന്ന് പറയുന്നതിനെ പല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഷ്യൻ്റ് ആയിട്ടുള്ള പണ്ട് കാലത്തെ സൊസൈറ്റിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കാസ്റ്റ് സൊസൈറ്റിയിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഫ്യൂഡലായിട്ടുള്ള ജന്മിത്ത, മുതലാളിത്ത, അങ്ങനത്തെ ഇതിലൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞ ടേമിന് പല രീതിയിൽ, അതായത് വേറെ റാങ്ക്, ഓർഡർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലാസ് എന്ന് തന്നെ ഉപയോഗിക്കണം എന്നില്ല, പക്ഷെ വേറെ ടേംസ് ഉപയോഗിച്ചിട്ട് അവരതിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് ക്ലാസ്സസ് ആസ് എ സോഷ്യോളജിക്കൽ കാറ്റഗറി. എങ്ങനെയാണ് ക്ലാസ്സിനെ ഒരു സോഷ്യോളജിക്കൽ കാറ്റഗറി ആയിട്ട് മാറ്റുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസ് എന്ന് പറയുന്നത് എന്തൊക്കെ രീതിയിലാവാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിന് 5 തരത്തിൽ ക്ലാസ്, അതായത് ക്ലാസ്സിൻ്റെ ഒരു സ്വഭാവം, ക്ലാസ്സിനെ നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ക്ലാസ് ആസ് എ സബ്ജക്റ്റീവ് ലൊക്കേഷൻ. സെക്കൻഡ് വൺ, ക്ലാസ് ആസ് ആൻ ഒബ്ജക്റ്റീവ് പൊസിഷൻ വിത്തിൻ ഡിസ്ട്രിബ്യൂഷൻസ്. തേർഡ്, ക്ലാസ് ആസ് ദ റിലേഷണൽ എക്സ്പ്ലനേഷൻ ഓഫ് എക്കണോമിക് ലൈഫ് ചാൻസ്. ഫോർത്ത്, ക്ലാസ് ആസ് എ ഡയമെൻഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ വേരിയേഷൻ in system of inequality. Fifth one, class as a foundation of economic oppression and exploitation. അതായത് ഇപ്പം ക്ലാസ് ആസ് എ സബ്ജക്റ്റീവ് ലൊക്കേഷൻ, അതായത് ക്ലാസ് എന്ന് പറഞ്ഞാൽ വർഗത്തിനെ നമ്മൾ ഓരോ രീതിയിലാണ് നമ്മളുടെ ഉള്ളിൽ വർഗം എന്ന് പറയുന്നത്. അതായത് ചിലർ അയാൾക്ക് വലിയ വീടുണ്ട്, അയാൾക്ക് കാറുണ്ട്, അപ്പം അയാൾ റിച്ചാണെന്ന് നമ്മൾ പറയും. സോ അത് നമ്മളുടെ എന്തായിരിക്കും, ഒബ്ജക്റ്റീവായിട്ടുള്ള, അതായത് മെറ്റീരിയൽ വെച്ചുകൊണ്ടുള്ള നമ്മളുടെ ഒരു അനാലിസിസ് ആണ്. അതല്ല ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇതിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല, അയാളുടെ ഉള്ളിൽ, അതായത് അയാൾ റിച്ചാണ്, അയാൾക്ക് പൈസ ഉണ്ട്, പക്ഷെ അയാളെ എന്താ പറയുക ചിലവാക്കുന്നില്ലെങ്കിൽ അത് സബ്ജക്റ്റീവാണ്, അയാളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനം അതാണ്. സോ അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. സോ അതിൽ ആദ്യത്തെ ക്ലാസ് ആസ് എ സബ്ജക്റ്റീവ് ലൊക്കേഷൻ എന്നുള്ളതിൽ
According to this dimension, the class is based on how the people individually and collectively locate themselves and others within a social structure of inequality. അതായത് നമ്മളുടെ സാമൂഹിക ഘടനയിൽ നമ്മളെയും അതുപോലെ മറ്റുള്ളവരെയും എങ്ങനെ നമ്മൾ സബ്ജക്റ്റീവായിട്ട് നമ്മളുടെ കുറച്ച് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടേതായിട്ടുള്ള കുറേ അവലോകനങ്ങൾ, കുറേ ചിന്താഗതികൾ വരുമ്പോഴാണ് സബ്ജക്റ്റീവ് ആവുക. സോ അത് വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് കാറ്റഗറൈസ് ചെയ്യും. ഞാനിപ്പം അത്ര റിച്ച് അല്ല, അത്ര പുവറല്ല, മിഡിൽ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഞാൻ അത്ര മിഡിലല്ല, അതായത് ഞാൻ പുവറാണെന്ന് തന്നെ നമ്മളെ തന്നെ അവലോകനം ചെയ്യും. കാണുന്ന ആളെയും അവലോകനം ചെയ്യുമ്പോൾ അതാണ് സബ്ജക്റ്റീവ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ്സിനെ. അതായത് അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിനെ തീരുമാനിക്കുന്നത്. Here the concept of class can be defined as the classes are social categories sharing subjectively salient attributes used by people to rank those categories within a system of economic stratification. അതായത് നമ്മളുടെ സൊസൈറ്റിയിലെ ആൾക്കാർ ചില എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ സ്വന്തമായിട്ടുള്ള, അതായത് ചിലപ്പം ചിലർ പറയുമല്ലോ, പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് എനിക്ക് വലിയ വീടുണ്ട്, കാറുണ്ട്, ഞാൻ റിച്ച് ആണെന്ന് പറയുമ്പോൾ പക്ഷേ ഉള്ളിലിരിക്കുന്ന ആൾക്കേ അറിയുള്ളൂ ആ വീട് ചിലപ്പോൾ കടത്തിലായിരിക്കാം, ചിലപ്പം ആ കാറ് വിൽക്കാൻ കിടക്കുന്നതായിരിക്കാം. സോ അയാൾക്കേ അറിയുള്ളൂ അയാൾ ഏത് ക്ലാസ്സിലാണ് ബിലോങ് ചെയ്യുന്നതെന്നുള്ളത്. സോ ക്ലാസ് ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ്. സോ ഈ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് ചില വസ്തുക്കളുടെ ബേസിൽ ഒരിക്കലും ക്ലാസ്സിനെ നമുക്ക് പറയാൻ പറ്റില്ല, അയാൾ ഈ ക്ലാസ്സിലാണ് പെടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഓൺലി ദാറ്റ് പേഴ്സൺ, അതായത് ആ സ്വന്തമായിട്ട് ആ വ്യക്തി അയാളെ ഡിഫൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കണം ക്ലാസ് എന്നാണ് ആദ്യത്തെ പോയിന്റിൽ. അതായത് ആദ്യത്തെ ഒരു ക്ലാസ്സിനെ, അതായത് ക്ലാസ് ആസ് എ സബ്ജക്റ്റീവ് ലൊക്കേഷനിൽ പറയുന്നത്. രണ്ടാമത്തത് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റീവ് പൊസിഷൻ വിത്തിൻ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഹിയർ ക്ലാസ് ഇസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് യൂഷ്വലി ഇൻഡെക്സ് ബൈ ഇൻകം ഓർ വെൽത്ത്. അതായത് നമുക്ക് ഒബ്ജക്റ്റായിട്ടുള്ള കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ പറ്റുന്ന കുറേ വസ്തുക്കൾ അടങ്ങിയിട്ട്, അതായത് ഇപ്പം എനിക്കൊരു 80,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ സാലറി ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി കാണുന്ന ആൾക്കാർ എന്താ പറയുക, ഞാൻ റിച്ചാണ്, അത്രയും സാലറി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയുള്ള ഒരാൾ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമ്മളതിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യും. അതായത് അയാൾ ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ ചെയ്യുന്ന ആൾക്കാർ റിച്ച് ആയിരിക്കും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. People break down upper, middle and lower classes based on what kind of luxuries each family possesses. അതായത് നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള ലക്ഷറി, അതായത് നല്ല BMW കാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക റോൾസ് റോയ്സ് കാറുണ്ട്, അങ്ങനത്തെ അതായത് റിച്ചിനെ കാണിക്കുന്ന കുറേ ഒബ്ജക്റ്റുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇപ്പം നല്ല വലിയ വീട്, അതുപോലെ വലിയ വീട് എന്ന് പറയുമ്പോൾ അതിന് ഡെക്കറേഷൻസ്, അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഹൈ ലെവലാണ്. അതുപോലെ വസ്ത്രധാരണം, ഇപ്പോൾ നമ്മൾ ചില ബ്രാൻഡുകൾ പറയും, ചില ഡ്രസ്സിൻ്റെയൊക്കെ കാൽവിൻ ക്ലെയിൻ, പ്യൂമ അല്ലെങ്കിൽ നൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്രാൻഡ് നമ്മൾ പറയും ഡ്രസ്സുകളുടെ. സോ അതൊക്കെ ഇടുമ്പം അല്ലെങ്കിൽ അതൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പേഴ്സണെ ഹീ ഈസ് റിച്ച് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ കൊണ്ടുവരും. അതാണ് ഒബ്ജക്റ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത് എന്ന് പറയുന്നത് ക്ലാസ് ആസ് ദ റിലേഷണൽ എക്സ്പ്ലനേഷൻ ഓഫ് എക്കണോമിക് ലൈഫ് ചാൻസ്. ഇതിൽ the inequalities in economically defined life chances and material standards of living of individual and families are the basis of this category. അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ ഓരോ ഫാമിലി അവരുടെ ലൈഫിൽ എക്കണോമിക് ആയിട്ടുള്ള നമ്മളിപ്പം സാമ്പത്തികമായിട്ട് അവരെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ ഇനീക്വാലിറ്റിയിൽ ആ അസമത്വത്തിൽ നമ്മൾ പറയുമ്പം, അതായത് റിലേഷണലായിട്ട് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ക്ലാസ്സിനെ കാണുന്നത്. എക്കണോമിക് ബേസിലാണ് നമ്മൾ ക്ലാസ്സിനെ, അതായത് ഒരു ഫാമിലീൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്കണോമിക് ബേസിൽ നമ്മളതിനെ കാണുമ്പം അതിനെയാണ് ഈ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ബേസിനെ പറ്റിയിട്ട്, ഒരാളുടെ സാമ്പത്തികമായിട്ടുള്ള സ്റ്റെബിലിറ്റീനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഹിയർ ക്ലാസ് റിലേറ്റ് ടു ദ റിലേഷൻഷിപ്പ് ഓഫ് പീപ്പിൾ ടു ഇൻകം ജനറേറ്റിംഗ് റിസോഴ്സസ്. അതായത് ഇതിൽ ഫുള്ളി ഒരു വ്യക്തി അയാൾ എത്ര ഇൻകം ഉണ്ടാക്കുന്നു അത് വെച്ചിട്ടാണ് അയാളുടെ എന്ത് വരിക, അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് എന്നുള്ള ഒരു അവലോകനം വരിക. അതായത് മെറ്റീരിയൽ വാങ്ങാതിരിക്കുക, ദാറ്റ് ഈസ് അയാളുടെ ഡിപ്പെൻഡ് അപ്പോൺ അയാളുടെ സ്വഭാവം. പക്ഷേ അയാൾ എത്ര ഏൺ ചെയ്യുന്നു, അയാൾ എത്ര ഇൻകം
കൊണ്ടുവരുന്നു എന്ന് ഡിപ്പെൻഡ്, അതായത് എക്കണോമിക് ബേസിൽ അതിൽ വെച്ചിട്ട് അയാളെ ക്ലാസ് ഡിസൈഡ് ചെയ്യുകയാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നത്. നാലാമത്തത് പറയുന്നത് ക്ലാസ് ആസ് എ ഡയമെൻഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ വാരിയേഷൻ ഇൻ സിസ്റ്റം ഓഫ് ഇനീക്വാലിറ്റി. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ നിൽക്കുന്ന അസമത്വം, അതായത് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മളുടെ ചരിത്രപരമായിട്ട് നിൽക്കുന്ന കുറേ അസമത്വത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്ലാസ് എന്നാണ് നാലാമത്തേൽ പറയുന്നത്. അതിൽ ദ വാരിയേഷൻസ് അക്രോസ് ഹിസ്റ്ററി ഇൻ ദ സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ഇനീക്വാലിറ്റീസ് അലോ മാക്രോ ലെവൽ അനാലിസിസ് ഓഫ് അക്രോസ് ടൈം ആൻഡ് പ്ലേസ് വിച്ച് ഈസ് ദ ബേസിസ് ഫോർ ദിസ് കാറ്റഗറി ഓഫ് ലൈഫ്. അതായത് മാക്രോ ലെവൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, വലിയ രീതിയിൽ നമ്മളൊരു കാര്യത്തിനെ നോക്കിക്കാണുമ്പോൾ അത് മാക്രോ ലെവലാവും. സോ ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് നോക്കും, അതായത് ക്ലാസ്സിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുക. അത് മാക്രോ ലെവലാണ്, അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടി വരും. അപ്പം ഈ ഒരു അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ ഒരു റെലവൻസാണ് ആര് നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്? കാൾ മാർക്സും അതുപോലെ മാക്സ് വെബറും ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ക്ലാസിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായിട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് കാൾ മാർക്സും അതുപോലെ മാക്സ് വെബറും നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് മാർക്സിസ്റ്റ് പറയുന്നത് വിത്തിൻ ദ മാർക്സിസ്റ്റ് ട്രഡീഷൻ ദ മോസ്റ്റ് സേലിയൻറ്റ് ആസ്പെക്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ വാരിയേഷൻ is the ways in which economic system vary in the manner where economic surplus is produced and appropriated. അതായത് നമ്മൾ മാർക്സിൻ്റെയും അതുപോലെ കാൾ മാർക്സിൻ്റെയും മാക്സ് വെബറിൻ്റെയും കാൾ മാർക്സിൻ്റെയും തിയറിയിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ സർപ്ലസ് വാല്യൂ, അലിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. അതെന്താന്ന് പറയും. പക്ഷേ ഈ ഒരു പോയിന്റിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഹിസ്റ്റോറിക്കലായിട്ട് ചരിത്രപരമായിട്ട് ക്ലാസിൻ്റെ ഒറിജിനേഷൻ, അതായത് ഇനീക്വാലിറ്റീസിൻ്റെ ബേസിൽ അസമത്വത്തിൻ്റെ ബേസിലാണ് ക്ലാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതെങ്ങനെയാണെന്നുള്ള അല്ലെങ്കിൽ ആ ബേസിസിലാണ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടുള്ളതെന്നാണ്. പിന്നെ അക്കോർഡിംഗ് ടു വെബർ ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് ഹിസ്റ്റോറിക്കൽ വേരിയേഷൻ ഇസ് ദ ഡിഗ്രി ഓഫ് റേഷണലൈസേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഇനീക്വാലിറ്റി. അവരിത് തന്നെ പറയുന്നത് അസമത്വം, പണ്ട് കാലത്തെ നിലനിന്നിട്ടുള്ള അസമത്വത്തിനെ എങ്ങനെയൊക്കെയാണ് അവർ ഡിഗ്രിഫൈ ചെയ്യുക, അതായത് അതിനെ എങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതെന്നാണ്. പിന്നെ അഞ്ചാമത് പറയുന്നത് ക്ലാസ് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് എക്കണോമിക് ഒപ്പറേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞ എക്കണോമി ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് എക്കണോമിക് ഒപ്രഷൻ, സാമ്പത്തികമായിട്ടുള്ള അടിച്ചമർത്തൽ അല്ലെങ്കിൽ ചൂഷണം, അതിൻ്റെ ബേസിസിലും വേണമെങ്കിൽ ക്ലാസ് അതിൻ്റെ ഫോമിലേക്ക് വരാം. അതും ഈ ഒരു പോയിന്റും ആര് വ്യക്തമാക്കേണ്ടതുണ്ട്? കാൾ മാർക്സും അതുപോലെ മാക്സ് വെബറും ഈ പോയിന്റിലൂടെയും പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ നാലാമത്തെ അഞ്ചാമത്തെ പോയിന്റ് വഴിയാണ് കാൾ മാർക്സും അതുപോലെ മാക്സ് വെബറും അവരുടെ വ്യൂസ് ഓൺ ക്ലാസിനെ പറ്റിയിട്ട് പറയുന്നത്. സോ ഈ അഞ്ചാമത്തേൽ സിമ്പിളായിട്ട് അതിനെ ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ വെരി ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾ നോക്കിക്കണ്ട, ആ ടേം തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഒപ്രഷൻ, അടിച്ചമർത്തലിലൂടെയും ചൂഷണത്തിലൂടെ എങ്ങനെയാണ് എക്കണോമിക് ആയിട്ടുള്ള അടിച്ചമർത്തലും അതുപോലെ ചൂഷണത്തിലൂടെ എങ്ങനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ എങ്ങനെയാണ് ക്ലാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസ് എന്നുള്ള ടേം വന്നിട്ടുള്ളതെന്നാണ് നോക്കിക്കാണുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നാളെ തൊട്ട് നമ്മൾ കാൾ മാർക്സിൻ്റെ വ്യൂസ് ഓൺ സോഷ്യൽ കാറ്റഗറി, സോഷ്യൽ ക്ലാസ് ആസ് എ സോഷ്യോളജിക്കൽ കാറ്റഗറി എന്നുള്ളത് പറയും.